ഹായ് എവരിവൺ, ഇന്ന് ഞാൻ സ്പാച്ച്കോക്ക് ടർക്കിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെയോ ടർക്കിയുടെയോ ബാക്ക് ബോൺ മുറിച്ചു മാറ്റി ഫ്ലാറ്റാക്കി വെക്കുന്നതിനാണ് സ്പാച്ച്കോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ബാക്ക് ബോൺ മുറിച്ചു മാറ്റുന്നതിന് നല്ല മൂർച്ചയുള്ള കിച്ചൺ നൈഫോ അതുപോലെ ഇതുപോലെയുള്ള സിസേഴ്സോ ഉപയോഗിക്കാം. ഇതിൻ്റെ ബാക്ക് ബോൺ മുറിച്ചു മാറ്റണം. ഇത് ഫ്ലാറ്റ് ആക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ബ്രസ്റ്റ് ബോൺ കണ്ടിച്ച് ഇത് പ്രസ് ചെയ്ത് അതിൻ്റെ ബ്രസ്റ്റ് ബോൺ പൊട്ടിക്കുന്നതിൽ നല്ല ഇതുപോലെ നൈഫ് കൊണ്ട് പൊട്ടിച്ചെടുക്കുന്നതാണ്. ബ്രസ്റ്റ് ബോൺ ഒടിച്ച് ഫ്ലാറ്റ് ആക്കി വെച്ചതിന് ശേഷം സ്വല്പം സോൾട്ട് ആൻഡ് പെപ്പർ ഇടുക. ടർക്കിയിൽ പുരട്ടാനുള്ള മാരിനേഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. മാരിനേഡ് ഉണ്ടാക്കുന്നതിന് എടുത്തിരിക്കുന്നത് 5 ഷാലറ്റ്. ഇനി ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ്. ഒരു 1/2 കപ്പ് മല്ലിയിലയോളം ഉണ്ട്. ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഗാർലിക്, ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, ലെമൺ ജ്യൂസ്, സോൾട്ട്. നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതുപോലെ അരച്ചെടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള 1.5 സ്റ്റിക്ക് ബട്ടറാണ് ഇത്. ഇതിലേക്ക് ഞാൻ ഈ അരച്ച സ്പൈസസ് ചേർക്കുകയാണ്. മിക്സ് ചെയ്യുന്നതിന് ശേഷം ടർക്കിയിൽ പുരട്ടുകയാണ്. ടർക്കിയുടെ സ്കിൻ ഇതുപോലെ ലൂസാക്കി എടുക്കണം. നമ്മളുടെ കൈ കയറ്റിയാൽ ഇതുപോലെ ലൂസാക്കി എടുക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ടർക്കിയുടെ ഉള്ളിലാണ് പിടിപ്പിക്കേണ്ടത്. ടർക്കിയുടെ ഉള്ളിൽ പുരട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിൽ വശത്ത് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. അമേരിക്കയിൽ സാധാരണ ടർക്കി ബേക്ക് ചെയ്യുമ്പോൾ ബട്ടർ, സോൾട്ട് ആൻഡ് പെപ്പർ, റോസ്മേരി, തൈം, സേജ് ഇങ്ങനെയുള്ള ഹെർബ്സ് ചേർത്താണ് ബേക്ക് ചെയ്യുന്നത്. പക്ഷേ ടർക്കിയുടെ മീറ്റിന് ഒരുപാട് നല്ല ഫ്ലേവറുള്ള മീറ്റ് അല്ല. അപ്പോൾ ഇച്ചിരി സ്പൈസസ് കിട്ടുന്നതിന് ഞാനൊരു ഇന്ത്യൻ വേയിലാണ് ഈ ടർക്കി ബേക്ക് ചെയ്യുന്നത്. ഇനി ടർക്കി ഞാൻ റോസ്റ്റിംഗ് പാനിലേക്ക് വെക്കുകയാണ്. അതിൽ ഞാൻ സെലറി, ക്യാരറ്റ്, പൊട്ടാറ്റോ, സവോള ഇതെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ടർക്കി ട്രേയിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെഗ് ഫ്ലിപ്പ് ചെയ്ത് ഇതുപോലെ വെക്കുക. നമ്മളിതിൽ പുരട്ടുമ്പോഴേ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതുപോലെ ഇരിക്കുകയില്ല. കാരണം ബട്ടർ പെട്ടെന്ന് അങ്ങ് തണുക്കുമ്പോൾ കട്ടിയാവുന്നത് കൊണ്ടാണ്. പക്ഷെ അത് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അങ്ങ് ഈവൻലി സ്പ്രെഡ് ആയിക്കോളും. ഈ സ്പൈസസ് മിക്സ് ചെയ്തപ്പോൾ ലെമൺ സെസ്റ്റ് ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഈ സ്പൈസസ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ലെമൺ സെസ്റ്റും കൂടി ചേർക്കണം. സ്പൈസസ് മിക്സ് ചെയ്യുന്നതിന് മുൻപേ ഈ ലെമൺ സെസ്റ്റ് ചേർക്കാൻ മറക്കരുത്. ഇത് എല്ലായിടത്തും ഇതുപോലെ പുരട്ടുക. ടർക്കിയുടെ കാല് ഇതുപോലെ ടേൺ ചെയ്ത് ഫ്ലാറ്റാക്കി വെക്കുന്നത് കൊണ്ട് ഈവനായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും. നമ്മൾ മുറിച്ചു മാറ്റിയ ബോൺ ഭാഗം കൂടി ഇതിൽ വെക്കുകയാണ്. ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും. 450 ഡിഗ്രിയിൽ അരമണിക്കൂർ നേരത്തേക്കാണ് ബേക്ക് ചെയ്യുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് 350 മാറ്റണം. ബേക്ക് ചെയ്ത് കഴിഞ്ഞു. 1 മണിക്കൂറും 45 മിനിറ്റുമാണ് ഇതിന് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് സമയത്തേക്ക് ഓയിൽ പേപ്പർ കൊണ്ട് മൂടി വെക്കുകയാണ്. ഓവനിൽ നിന്നും പുറത്തെടുത്തിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞു ഞാനിതൊന്ന് മുറിച്ച് എടുക്കുകയാണ്. ഇതുപോലെ ഈ താങ്ക്സ് ഗിവിങ്ങിന് നിങ്ങൾ സ്പാച്ച്കോക്ക് ടർക്കി ഉണ്ടാക്കി നോക്കുക. നമ്മൾ സാധാരണ ഒരു ടർക്കി ബേക്ക് ചെയ്യുന്നതിൻ്റെ പകുതി സമയം മതി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ.